നമസ്കാരം. പ്രധാന വാർത്തകൾ. മണ്ണാർക്കാട് കോടതി സമുച്ചയ നിർമ്മാണം മന്ത്രി എൻ ശംസുദ്ദീനും ജഡ്ജിമാരും ബാർ അസോസിയേഷനും ചർച്ച നടത്തി. ഹൈക്കോടതി കമ്മിറ്റിയുടെ അനുമതി ലഭിച്ചാൽ നിർമ്മാണം വേഗത്തിലാക്കുമെന്ന് മന്ത്രി. അങ്ങാടിപ്പുറത്തെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിനായി ജില്ലാ കളക്ടറുടെ ചേംബറിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ച് മഞ്ഞളാംകുഴി അലി MLA. രാവിലെയും വൈകിട്ടും അങ്ങാടിപ്പുറത്ത് വലിയ വാഹനങ്ങൾക്ക് നിയന്ത്രണം. നിര തെറ്റിച്ചു പോകുന്ന വാഹനങ്ങൾക്ക് പിഴ ഈടാക്കും. ഓണം സമൃദ്ധമാക്കാൻ കൃഷി വകുപ്പും. വിഷരഹിത പച്ചക്കറികളുമായി ഓണസമൃദ്ധി പച്ചക്കറി ചന്തകൾക്ക് തുടക്കമായി. പാലക്കാട് ജില്ലയിൽ മന്ത്രി KA തുളസി ആദ്യ ചന്ത ഉദ്ഘാടനം ചെയ്തു. വ്യത്യസ്ത ഓണാഘോഷവുമായി KSEB കുമരമ്പത്തൂർ സെക്ഷൻ ഓഫീസ്. മാവേലിയെയും കൂട്ടി ബോധവൽക്കരണം നടത്തിയാണ് ഓണാഘോഷം വ്യത്യസ്തമാക്കിയത്. അപകടങ്ങൾ തടയാൻ ലക്ഷ്യമിട്ടായിരുന്നു പരിപാടി. ഗജരാജൻ മംഗലാംകുന്ന് ഗണേശൻ ചെരിഞ്ഞു. തളർന്നു വീണ ആനയ്ക്ക് ചികിത്സ തുടരുന്നതിനിടെയായിരുന്നു അന്ത്യം. 57 വയസ്സ് പ്രായമുണ്ട്. വാർത്തകൾ വിശദമായി. മണ്ണാർക്കാട് കോടതി സമുച്ചയം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മന്ത്രി എൻ ശംസുദ്ദീൻ ജഡ്ജിമാരുമായും ബാർ അസോസിയേഷനുമായും ചർച്ച നടത്തി. ഹൈക്കോടതി കമ്മിറ്റിയുടെ അനുമതി ലഭിച്ചാൽ നിർമ്മാണം വേഗത്തിലാക്കുമെന്ന് മന്ത്രി പറഞ്ഞു. മണ്ണാർക്കാട് പട്ടികജാതി പട്ടികവർഗ പ്രത്യേക കോടതി ഹാളിലായിരുന്നു ചർച്ച. സ്ഥലപരിമിതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മണ്ണാർക്കാട് കോടതി സമുച്ചയം നിർമ്മിക്കണമെന്ന് ഏറെക്കാലത്തെ ആവശ്യമാണ്. ഇതിനായി കോടതിയോട് ചേർന്ന് കാഞ്ഞിരപ്പുഴ ഇറിഗേഷൻ വകുപ്പിന്റെ കീഴിലുള്ള 50 സെന്റ് സ്ഥലം കോടതിക്ക് കൈമാറിയിട്ടുണ്ട്. കോർട്ട് ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റിൽ ഉൾപ്പെടുത്തിയാണ് സമുച്ചയം നിർമ്മിക്കുന്നത്. 60% കേന്ദ്ര സർക്കാരും 40% സംസ്ഥാന സർക്കാരുമാണ് തുക അനുവദിക്കുന്നത്. കോടതിക്ക് ആവശ്യമായ സൗകര്യങ്ങൾ എന്തൊക്കെയെന്ന് കണ്ടെത്തി തയ്യാറാക്കുന്ന പദ്ധതി ഹൈക്കോടതി കമ്മിറ്റിക്ക് സമർപ്പിക്കും. ഹൈക്കോടതി കമ്മിറ്റി അനുമതി നൽകുന്ന മുറയ്ക്കാണ് പദ്ധതിക്ക് തുക അനുവദിക്കുക. തുടർന്ന് നിർമ്മാണ ചുമതല പൊതുമരാമത്ത് വകുപ്പിന് കൈമാറും. ഇക്കാര്യങ്ങൾ മന്ത്രി ജഡ്ജിമാരുമായും ബാർ അസോസിയേഷൻ ഭാരവാഹികളുമായി ചർച്ച ചെയ്തു. തുടർന്ന് നിർദ്ദിഷ്ട കോടതി സമുച്ചയത്തിന് അനുവദിച്ച സ്ഥലം മന്ത്രി സന്ദർശിച്ചു. കോടതി സമുച്ചയം നിർമ്മാണം വേഗത്തിലാക്കുന്നതിന് ഇടപെടുമെന്ന് മന്ത്രി പറഞ്ഞു. ഹൈക്കോടതിയുടെ ഈ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം തന്നെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കപ്പെടുന്നത്. അപ്പോൾ അതിൽ ആ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരു സ്റ്റേജിലാണ് ഇപ്പോൾ അത് നിൽക്കുന്നത്. അപ്പോൾ അതൊന്ന് ആദ്യം വേഗത്തിലാക്കുക. ഹൈക്കോടതി കമ്മിറ്റിയുടെ അനുമതി കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് വർക്ക് നടത്തുന്നത് PWD ആണ്. അപ്പോൾ ആ രീതിയിൽ നമ്മുടെ ഈ ഒരു കാലങ്ങളായി മണ്ണാർക്കാട്ടെ അഭിഭാഷകരും അതുപോലെ തന്നെ ഇവിടെ പിന്നെ കോടതി കാര്യങ്ങൾ നന്നാകുക എന്ന് പറഞ്ഞാൽ പബ്ലിക്കിന് പൊതുവിൽ ഗുണകരമാണല്ലോ. അപ്പോൾ എന്താ പറയുക, ആഗ്രഹിച്ചും ആഗ്രഹിക്കാതെയൊക്കെ കോടതിയിൽ വേണ്ടിയിരുന്നു. അപ്പോൾ ഇവിടെ വരുമ്പോൾ അതിനുള്ളൊരു സൗകര്യം പബ്ലിക്കിന് ഉണ്ടാവണമല്ലോ. നമ്മുടെ ഇവിടെയുള്ള വളരെ കുറഞ്ഞ സ്പേസിലാണല്ലോ കോടതി പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ഇറിഗേഷൻ്റെ സ്ഥലം വിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണെന്ന് ബാർ അസോസിയേഷൻ ബഹുമാനപ്പെട്ട ഇവിടുത്തെ ജഡ്ജിമാരും ഒന്ന് ഈ കാര്യങ്ങൾ സംസാരിക്കാൻ എത്തണമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഇവിടെ എത്തിയത്. ബാർ അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ ഇരുന്ന് കാര്യങ്ങൾ സംസാരിച്ചു. അപ്പോൾ ചില കാര്യങ്ങൾ ഉദ്യോഗസ്ഥരെയും വിളിച്ച് അന്വേഷിച്ചു. അപ്പോൾ അതിൽ ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ പരിഹരിക്കാനുണ്ട്. അപ്പോൾ അതിനാണ് ആദ്യം മുൻകൈ എടുക്കുക. PWDയിലെ ജഡ്ജസ് കമ്മിറ്റി പറഞ്ഞ കാര്യങ്ങൾ PWD കറക്റ്റ് ചെയ്ത് കൊടുത്താലേ ജഡ്ജസ് കമ്മിറ്റിയിൽ നിന്ന് ഇതിനുള്ള അനുമതി കിട്ടുള്ളൂ. മണ്ണാർക്കാട് പട്ടികജാതി പട്ടികവർഗ പ്രത്യേക കോടതി ജഡ്ജി ജയപ്രഭു, മണ്ണാർക്കാട് മുനിസിപ്പൽ മജിസ്ട്രേറ്റ് കോടതി ജഡ്ജി ലില്ലി കൃഷ്ണൻകുട്ടി, ബാർ അസോസിയേഷൻ ഭാരവാഹികൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. അങ്ങാടിപ്പുറത്തെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ മഞ്ഞളാംകുഴി അലി MLA ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു. യോഗത്തിൽ ചില പ്രധാന തീരുമാനങ്ങൾ എടുത്തു. കഴിഞ്ഞ ദിവസങ്ങളിൽ രൂക്ഷമായ ഗതാഗതക്കുരുക്കാണ് കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിലെ അങ്ങാടിപ്പുറത്ത് അനുഭവപ്പെട്ടത്. ഇതേ തുടർന്നാണ് MLA മഞ്ഞളാംകുഴി അലി ജില്ലാ കളക്ടർ വിനയ് ഗോയലിന്റെ ചേംബറിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചത്. യോഗത്തിൽ ചില പ്രധാന തീരുമാനങ്ങൾ കൈക്കൊണ്ടു. വലിയ വാഹനങ്ങൾ രാവിലെ 8:30 മുതൽ 10 വരെയും വൈകുന്നേരം 3:30 മുതൽ 5 വരെയും തടഞ്ഞിടാനും ബസ് സ്റ്റോപ്പുകൾ മാറ്റി സ്ഥാപിക്കാനും തീരുമാനിച്ചു. നിരതെറ്റിച്ച് പോകുന്ന വാഹനങ്ങൾക്ക് പിഴ ഈടാക്കും. അനധികൃത പാർക്കിംഗ് തടയും. ട്രാഫിക് നിയന്ത്രണത്തിന് പോലീസുകാരുടെ എണ്ണം വർദ്ധിപ്പിക്കും. ഈ തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ കളക്ടർ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ദേശീയപാതയിലും റെയിൽവേ മേൽപ്പാലത്തിലും രൂപപ്പെട്ട കുഴികൾ അടിയന്തരമായി അടയ്ക്കാൻ NH എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് നിർദ്ദേശം നൽകി.
നടപ്പിലാക്കിയ പരിഷ്കാരങ്ങൾ ഒരാഴ്ച കഴിഞ്ഞ് MLAയ്ക്കും ജില്ലാ കളക്ടർക്കും റിപ്പോർട്ട് ചെയ്യാൻ കളക്ടർ നിർദ്ദേശിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ഷബീർ കറുമുക്കിൽ, പെരിന്തൽമണ്ണ DYSP ഗോപകുമാർ PM, പെരിന്തൽമണ്ണ ജോയിന്റ് RTO പത്മകുമാർ PK, പെരിന്തൽമണ്ണ സർക്കിൾ ഇൻസ്പെക്ടർ സുമേഷ് സുധാകരൻ, NH എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷിബുജാൻ TK, പെരിന്തൽമണ്ണ മുനിസിപ്പൽ സെക്രട്ടറി ലാൽകുമാർ, ട്രാഫിക് SI കബീർ VA, MVI J രാജേഷ്, NH അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇൻസാഫ് തുടങ്ങിയവർ പങ്കെടുത്തു. ഓണക്കാലത്ത് വിഷരഹിത പച്ചക്കറികൾ സുലഭമായി ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ കൃഷിവകുപ്പിന്റെ നേതൃത്വത്തിൽ പാലക്കാട് ജില്ലയിൽ ഓണസമൃദ്ധി 2026 കർഷക ചന്തകൾക്ക് തുടക്കമായി. മങ്കരയിൽ പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ വകുപ്പ് മന്ത്രി KA തുളസി ആദ്യ ചന്ത ഉദ്ഘാടനം ചെയ്തു. ഓണക്കാലത്തെ വിലക്കയറ്റം തടഞ്ഞ് ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ വിലയിൽ ജനങ്ങളിലേക്ക് എത്തിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി പറഞ്ഞു. കുടുംബശ്രീയും VFPCKയും ഹോർട്ടികോർപ്പും ഉൾപ്പെടെയുള്ള സർക്കാർ സംവിധാനങ്ങളിലൂടെ വിപണിയിലെ ഇടനിലക്കാരുടെ ചൂഷണം ഒഴിവാക്കാനും സാധിക്കും. ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ സാധാരണക്കാർക്ക് പ്രയാസമില്ലാതെ ഓണം ആഘോഷിക്കാനാകൂ എന്ന് മന്ത്രി വ്യക്തമാക്കി. നമ്മുടെ സർക്കാർ ഇപ്രാവശ്യം ഓണവിപണിയിൽ വളരെ കാര്യക്ഷമമായിട്ടുള്ള ഇടപെടലാണ് നടത്തിയിട്ടുള്ളത്. ഗുണനിലവാരമുള്ള സാധനങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലനിരക്കിൽ ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിവിധ വകുപ്പുകളുടെ സംയോജിതമായിട്ടുള്ള ഇടപെടലിലൂടെ സർക്കാർ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ കൃഷി വകുപ്പിൻ്റെ നേതൃത്വത്തിൽ പ്രത്യേകിച്ച് വിഷം തീണ്ടാത്ത കീടനാശിനി തളിക്കാത്ത ഗ്രാമീണർ അവരുടെ പ്രാദേശികമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികളൊക്കെ തന്നെ ഈ ഓണത്തിന് ഏറ്റവും നല്ല പച്ചക്കറികൾ ഓണസദ്യയിൽ ഉപയോഗിക്കുക എന്നുള്ള ആ ഒരു ഉദ്ദേശ ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ടാണ് ഈ ഒരു ഓണച്ചന്ത ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. മങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KA വിനീത, ജില്ലാ പഞ്ചായത്ത് അംഗം മുകുന്ദനുണ്ണി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം S ജിൻസി, മങ്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KR ഷാജീവ്, കൃഷിവകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർമാരായ A നന്ദകുമാർ, MB സതീഷ്, അസിസ്റ്റന്റ് ഡയറക്ടർ രശ്മി കൃഷ്ണ, കൃഷി ഓഫീസർ C മുകുന്ദകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. കൃഷിവകുപ്പ്, VFPCK, ഹോർട്ടികോർപ്പ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന കർഷക ചന്ത ഓഗസ്റ്റ് 25 വരെ പ്രവർത്തിക്കും. ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ കർഷകർ പ്രാദേശികമായി ഉൽപ്പാദിപ്പിക്കുന്ന വിഷരഹിതങ്ങളായ പച്ചക്കറികളാണ് ചന്തകളിലൂടെ വിൽപ്പനയ്ക്കെത്തുന്നത്. എല്ലാവരും മാവേലിയെയും കൂട്ടി ഓണം ആഘോഷിച്ചപ്പോൾ മണ്ണാർക്കാട് KCB കുമരംപുത്തൂർ സെക്ഷൻ ഓഫീസ് ജീവനക്കാർ മാവേലിയുമായി എത്തി ബോധവൽക്കരണമാണ് നടത്തിയത്. അശ്രദ്ധ മൂലമുണ്ടാകുന്ന അപകടങ്ങൾ എങ്ങനെ ഒഴിവാക്കാമെന്ന് സൂചിപ്പിക്കുന്ന ലഘുലേഖകളും വിതരണം ചെയ്തു. ഓണത്തിന് ഒരുപാട് വൈദ്യുത ദീപാലങ്കാരങ്ങളെല്ലാം ജനങ്ങൾ കൈകാര്യം ചെയ്യാറുണ്ട്. അതെല്ലാം സുരക്ഷിതമായും ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യാനാണ്, ഒരു അപകടവും ഉണ്ടാകാതെ കണ്ട് നല്ലൊരു അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. അതിനൊരു സന്ദേശമാണ് നമ്മൾ കൊടുക്കുന്നത്. മാവേലിയെയും മാൾക്കുട്ടത്തെയും കണ്ട് ഓണാഘോഷ പരിപാടിയാണെന്ന് കരുതിയവർക്ക് തെറ്റി. വൈദ്യുതി മൂലമുണ്ടാകുന്ന അപകടങ്ങളിൽ ജീവൻ രക്ഷിക്കാനുള്ള നിർദ്ദേശങ്ങളാണ് കൊട്ടും മാവേലിയുമായി എത്തിയ KCB ജീവനക്കാരിൽ നിന്ന് ലഭിച്ചത്. നനഞ്ഞ കൈകൊണ്ട് സ്വിച്ച് തൊടരുത്, ഇരുമ്പ് തോട്ടിക്കൊണ്ട് ഫലങ്ങൾ പറിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഗുണനിലവാരം ഇല്ലാത്ത ഉപകരണങ്ങളും വയറുകളും ഉപയോഗിക്കരുത്, കുട്ടികൾക്ക് കൈയെത്തുന്ന വിധത്തിൽ വൈദ്യുതി ഉപകരണങ്ങൾ വെക്കരുത് തുടങ്ങിയ നിർദ്ദേശങ്ങളടങ്ങിയ ലഘുലേഖകളും എല്ലാവർക്കും വിതരണം ചെയ്തു. ഓണക്കാലത്താണ് ഇലക്ട്രിക് ഉപകരണങ്ങൾ കൂടുതൽ പ്രവർത്തിപ്പിക്കുന്നതെന്നും പൊതുജനങ്ങൾ അതീവ ശ്രദ്ധ പുലർത്തണമെന്നും KCB അധികൃതർ പറഞ്ഞു. ഓണാഘോഷം 22 നമ്മുടെ ഓണാഘോഷം സെക്ഷനിൽ നടത്താറ് എല്ലാ KCBയുടെ എല്ലാ ഓഫീസിലും നടത്താൻ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നടത്തുന്നു. അപ്പോൾ അതോടൊപ്പം കൺസ്യൂമേഴ്സിന് നല്ല പൊതുജനങ്ങളെ ഒരു ബോധവൽക്കരണം കൂടി ഇതിനോടൊപ്പം നടത്താമെന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ പരിപാടി സംഘടിപ്പിച്ചത്. ഒരു വെറൈറ്റി ഉദ്ദേശിച്ചല്ലേ? അതെ അതെ, അതായത് ഓണത്തോടൊപ്പം സേഫ്റ്റിയും കൂടെ അതിന്റെ ഭാഗമായിട്ട് നടത്തുക. പ്രത്യേകിച്ച് ഇപ്പോൾ ഇലക്ട്രിക് സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ടൈമാണ്. നമ്മളതിൻ്റെ കൂടെ നോട്ടീസുകളും കാര്യങ്ങളും, അതായത് ഓണമാകുമ്പോൾ നമ്മൾ കൂടുതൽ അതെ നമ്മൾ മിക്സിംഗ് സാധനങ്ങളൊക്കെ കൂടുതൽ ഉപയോഗിക്കും സദ്യയോടെ ഉണ്ട്. അപ്പോൾ അതും കൂടെ ഉൾപ്പെടുത്തിയുന്നുണ്ട്. ഗജരാജൻ മംഗലാംകുന്ന് ഗണേശൻ ചെരിഞ്ഞു. ഏറെ നാളായി അവശനിലയിലായിരുന്നു ആന. മംഗലാംകുന്നിലെ ആനത്തറയിൽ വിദഗ്ധ ചികിത്സയിൽ കഴിയവെയായിരുന്നു അന്ത്യം. 57 വയസ്സ് പ്രായമുണ്ട്. കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് റോഡിലൂടെ നടക്കുന്നതിനിടയിൽ ആന കുഴഞ്ഞു വീണിരുന്നു. തുടർന്ന് ആനത്തറയിലെത്തിച്ച് ചികിത്സ നൽകി വരികയായിരുന്നുവെങ്കിലും ആരോഗ്യസ്ഥിതി വഷളാവുകയും തുടർന്ന് ചരിഞ്ഞു വീഴുകയുമായിരുന്നു. മംഗലാംകുന്ന് മുകുന്ദൻ, മംഗലാംകുന്ന് ശരൺ അയ്യപ്പൻ,
മംഗലാംകുന്ന് ഉമാമഹേശ്വരൻ എന്നീ 3 ഗജവീരന്മാർ മാത്രമാണ് ഇനി മംഗലാംകുന്ന് ആനത്തറവാട്ടിൽ ബാക്കിയുള്ളത്. ഗണേശന്റെ വിയോഗത്തോടെ ആനത്തറവാട്ടിലെ തലയെടുപ്പുള്ള മറ്റൊരു പ്രമുഖ ആന കൂടി ഓർമ്മയായി. പ്രാഥമിക നടപടികൾക്ക് ശേഷം സംസ്കാരത്തിനായി ജഡം വാളയാറിലേക്ക് കൊണ്ടുപോയി. പെരിന്തൽമണ്ണ വളാഞ്ചേരി റോഡിൽ മലാപ്പറമ്പ് അടിവാരത്ത് സ്കൂട്ടർ ബസ്സിലിടിച്ച് ഗുരുതരമായി പരിക്കേറ്റ യുവാവ് മരിച്ചു. ചെർപ്പളശ്ശേരി കുളക്കാട്ടുകുറിശി ചുള്ളിയോട് വീട്ടിൽ നാരായണന്റെ മകൻ 23 വയസ്സുള്ള ശ്രീരാഗാണ് മരിച്ചത്. പരിക്കേറ്റ ശ്രീരാഗിനെ പെരിന്തൽമണ്ണ മൗലാന ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെട്ടിരുന്നു. ശനിയാഴ്ച രാവിലെ 10 മണിയോടെയാണ് സംഭവം. ഇടവേള. വാർത്തകൾ തുടരുന്നു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് NREG വർക്കേഴ്സ് യൂണിയൻ ശ്രീകൃഷ്ണപുരം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശ്രീകൃഷ്ണപുരം പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. മാർച്ച് CPIM ഏരിയ കമ്മിറ്റി അംഗം K. രാമചന്ദ്രൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. NREG വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസ് മാർച്ച് സംഘടിപ്പിക്കുന്നു. മാർച്ചിന് മുന്നോടിയായുള്ള പ്രകടനമാണ് ഈ വാഹനത്തിന് തൊട്ടുപിറകിലായി കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. മാർച്ചിൽ പങ്കെടുക്കുന്നതിന് എല്ലാ തൊഴിലാളി സുഹൃത്തുക്കളെയും ജനാധിപത്യ വിശ്വാസികളെയും സ്വാഗതം ചെയ്യുന്നു. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഇല്ലാതാക്കി പുതിയതായി പാസാക്കിയ VBG റാംജി പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തുക, 100 തൊഴിൽ ദിനങ്ങൾ പൂർത്തീകരിച്ച തൊഴിലാളികളുടെ ഉത്സവ ഭത്ത വർദ്ധിപ്പിച്ച് അനുവദിക്കുക, കൂലി 600 രൂപയാക്കി വർദ്ധിപ്പിക്കുക, അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി പുനഃസ്ഥാപിക്കുക, ട്രൈബൽ പ്ലസ് പദ്ധതി തുടർന്ന് നടപ്പിലാക്കുക, ഗ്രാമപഞ്ചായത്ത് വികസിത പ്ലാൻ ഉടൻ തയ്യാറാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച യൂണിയന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്ന പ്രക്ഷോഭങ്ങളുടെ ഭാഗമായാണ് മാർച്ച് സംഘടിപ്പിച്ചത്. ഗ്രാമപഞ്ചായത്ത് കല്യാണ മണ്ഡപം പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനത്തിൽ നിരവധി തൊഴിലാളികൾ പങ്കെടുത്തു. തുടർന്ന് CPM ഏരിയ കമ്മിറ്റി അംഗം K. രാമചന്ദ്രൻ മാസ്റ്റർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. 22 കോടിയോളം വരുന്ന ജനങ്ങൾ പട്ടിണി പാവങ്ങൾ. അവരുടെ പട്ടിണി മാറ്റുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന മഹത്തായ ഒരു പദ്ധതിക്ക് ചരമക്കുറിപ്പ് എഴുതി കഴിഞ്ഞു. ഒരു ദിവസം 11 പേർ പട്ടിണി കിടന്ന് മരിക്കുന്ന നാടാണ് നമ്മുടെ ഇന്ത്യ നാട്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പട്ടിണിക്കാരുള്ള നാടാണ്. സ്വാതന്ത്ര്യത്തിന്റെ 80 വർഷം പൂർത്തീകരിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ ദയനീയ സ്ഥിതിയാണ് നാം ഓർക്കേണ്ടത്. നേരത്തെ സ്വാഗത പ്രാസംഗം ജയൻ സൂചിപ്പിച്ചതുപോലെ 2004 അധികാരത്തിൽ വന്ന ഒരു കേന്ദ്ര ഗവൺമെന്റ്, കോൺഗ്രസിന്റെ കേന്ദ്ര ഗവൺമെന്റ്, ആർക്കും ഭൂരിപക്ഷമില്ലാത്ത ഒരു സമയത്ത് ഇടതുപക്ഷത്തിന് 64 MP-മാർ ഇന്ത്യയുടെ പാർലമെന്റിലുണ്ടായിരുന്നു. അവര് ഈ നാട് ഭരിക്കുന്ന ആളുകളോട് പറഞ്ഞത്, ഞങ്ങളുടെ 64 MP-മാരുടെ പിന്തുണ നിങ്ങൾക്ക് തരാം, നിങ്ങൾ നാട് ഭരിച്ചോളൂ, ഞങ്ങൾക്ക് മന്ത്രിമാരാരൊന്നും ആവണ്ട. യൂണിയൻ ഭാരവാഹികളുടെ നേതൃത്വത്തിൽ തൊഴിലാളികൾ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് തൊഴിൽ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നിവേദനവും നൽകി. കർഷക സംഘം ഏരിയ പ്രസിഡന്റ് CN ഷാജു ശങ്കർ, K. ജയകുമാർ, KK ലിനി, C. വിലാസിനി, MK ദ്വാരകാനാഥൻ എന്നിവർ സംസാരിച്ചു. സ്ഥാനമാനങ്ങൾ സ്വന്തം നേട്ടത്തിന് ദുരുപയോഗം ചെയ്യാതെ ജനങ്ങളെ ആത്മാർത്ഥമായി സേവിക്കാൻ തയ്യാറുള്ള ചെറുപ്പക്കാരാണ് പൊതുരംഗത്തേക്ക് വരേണ്ടതെന്ന് പ്രമുഖ സിനിമാ സംവിധായകനും നടനുമായ മേജർ രവി കടമ്പുഴിപ്പുറം ഗ്രാമപഞ്ചായത്ത് 12ാം വാർഡിൽ നടന്ന മെമ്പർ കെയർ പദ്ധതിയുടെ ഭാഗമായുള്ള ഓണക്കിറ്റ് വിതരണ ചടങ്ങ് അഴിയന്നൂർ AUP സ്കൂളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്ഥാപനങ്ങളെ ദുരുപയോഗം ചെയ്ത് സ്വന്തം കുടുംബത്തിലേക്ക് പണമുണ്ടാക്കാൻ നോക്കുന്നവർ ജനസേവകരല്ല. സമൂഹത്തിന് എത്രത്തോളം ഉപകാരം ചെയ്യുന്ന ആളാണ് സ്ഥാനാർത്ഥിയെന്നും നാടിൻ്റെയും വരും തലമുറയുടെയും ഭാവിക്ക് വേണ്ടി എന്തു ചെയ്യാൻ കഴിയുമെന്നും ചിന്തിച്ചു വേണം ജനങ്ങൾ വോട്ട് രേഖപ്പെടുത്താൻ. MLA ആകാൻ സാധിച്ചിരുന്നെങ്കിൽ നാടിനായി ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാമായിരുന്നു.
കേന്ദ്രത്തിൽ BJP ഭരണമുള്ളതിനാൽ ഒരുപാട് വികസനങ്ങൾ എത്തിക്കാൻ സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഓണം കുടുംബത്തോടൊപ്പം ആഘോഷിക്കണമെന്നും മാതാപിതാക്കളുടെ വില അവർ ഇല്ലാതാകുമ്പോഴാണ് അറിയുന്നതെന്നും ഓർമ്മിപ്പിച്ച അദ്ദേഹം എല്ലാവർക്കും ഓണാശംസകളും നേർന്നു. ജനങ്ങളെ സ്നേഹിക്കാൻ വേണ്ടിയുള്ള മനസ്സുള്ള ചെറുപ്പക്കാരാണ്. അതെന്നും നിങ്ങളുടെ കൂടെ അവരുണ്ടായിരിക്കും, നിങ്ങളും അവരുടെ കൂടെ ഉണ്ടായിരിക്കും. ഇത്രയും പറഞ്ഞ് ഈ ഓണം നമ്മൾ എപ്പോഴും പറയും സാഹോദര്യം മതം. പക്ഷെ ഇന്നെന്താ വെച്ചാൽ ഓണത്തിനെ പോലും രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഒരു ലോകത്തെ കാണും. അതൊക്കെ മറന്നുണ്ട്. കുട്ടികളെയും അച്ഛനമ്മമാരും അതുപോലെ തന്നെ കുട്ടികളും അച്ഛനമ്മമാരുടെ കൂടെ ആ തിരുവോണത്തിൻ്റെ ഇന്ന് ഇരുന്ന് ഊണ് കഴിക്കാൻ ശ്രമിക്കുക. കാരണം വയസ്സായിട്ടുള്ള അച്ഛനമ്മമാരാണ്. അടുത്ത ഓണത്തിന് ഉണ്ടാവും എന്നുള്ളത് നമുക്കറിയില്ല. ഉള്ള ഓണം നന്നായി ആഘോഷിക്കും. ഇതെൻ്റെ അമ്മ ഒരു പ്രാവശ്യം പറഞ്ഞു. ഞാൻ 2004 ഓണത്തിന് അന്ന് അമ്മ മദ്രാസിൽ വിളിച്ചിട്ട് പറഞ്ഞു, മക്കളെ നിങ്ങൾ വരുന്നില്ലേ? ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല. സത്യം പറഞ്ഞാൽ എൻ്റെ കയ്യിൽ കാശില്ലായിരുന്നു. വണ്ടി ഓടിച്ച് വരാൻ അല്ലെങ്കിൽ ട്രെയിനിൻ്റെ ടിക്കറ്റ് ഒന്നും കിട്ടില്ല. അപ്പൊ കാർ ഓടിച്ച് വരേണ്ട ഒരു മടി, അതിനുള്ള പൈസ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വരുന്നില്ല. ഇതിനാ ഓണത്തിന് വന്നിട്ട് ഒരു ഇലയിൽ സദ്യ കിട്ടും, അതുപോലെ ആയാസം കിട്ടും. 12ാം വാർഡ് മെമ്പർ N. സച്ചിദാനന്ദൻ അധ്യക്ഷത വഹിച്ചു. സി കേരളം സരിഗമപ താരം അഭിരാമി മുഖ്യാതിഥിയായി. BJP മണ്ഡലം പ്രസിഡന്റ് K. നിഷാദ് വിശിഷ്ട സാന്നിധ്യമായി. C. ചന്ദ്രമോഹനൻ, K. ശാരദ, VN. കല്യാണകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് അഭിരാമിയെ മെമന്റോ നൽകി ആദരിച്ചു. ശ്രീകൃഷ്ണപുരം AUP സ്കൂളിൽ ഓണാഘോഷ പരിപാടിയായ ആരവം 2026 ആഘോഷിച്ചു. സി കേരളം സരിഗമപ ഫെയിമും സ്കൂളിലെ വിദ്യാർത്ഥിനിയുമായ അഭിരാമി P. ഓണാഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ആഘോഷങ്ങളുടെ ഭാഗമായി മനോഹരമായ സ്നേഹപ്പൂക്കളം, ഓണച്ചടങ്ങുകൾ, തിരുവാതിരക്കളി, കൈകൊട്ടിക്കളി, വിഭവസമൃദ്ധമായ ഓണസദ്യ, വിദ്യാർത്ഥികളുടെ വടംവലി മത്സരം എന്നിവ സംഘടിപ്പിച്ചു. ഓണാഘോഷ പരിപാടികൾക്ക് മാവേലിയുടെയും വാമനന്റെയും വേഷപ്പകർച്ചയിലെത്തിയവർ സമീപ പ്രദേശങ്ങളിലും അങ്ങാടികളിലും സന്ദർശനം നടത്തി നാട്ടുകാർക്ക് മധുരവും സമ്മാനങ്ങളും വിതരണം ചെയ്തു. ഓണാഘോഷത്തോടൊപ്പം പ്രദേശത്തെ മികച്ച കർഷക തൊഴിലാളികളെ സ്കൂൾ മാനേജർ C. സുബ്രഹ്മണ്യൻ ചടങ്ങിൽ ആദരിച്ചു. PTA പ്രസിഡന്റ് ഷാജി K. ജോർജ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പരിപാടിയിൽ ഹെഡ്മാസ്റ്റർ PM സുധീഷ്, വാർഡ് മെമ്പർ ദൃശ്യ AN, K. കോയ, ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M. അരുണ, സ്കൂൾ വെൽഫെയർ കമ്മിറ്റി ചെയർമാൻ ചുണ്ടയിൽ രാജഗോപാലൻ, MPTA പ്രസിഡന്റ് മീര രാംമോഹൻ, സ്റ്റാഫ് സെക്രട്ടറി P. ഹമീദ്, പൂർവ്വ അധ്യാപകരും പൂർവ്വ വിദ്യാർത്ഥികളും ഉൾപ്പെടെ നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു. കുട്ടികൾക്കായി നടന്ന ആവേശകരമായ വടംവലി മത്സരങ്ങൾക്ക് അധ്യാപകരായ അച്യുതൻ, മനു, അർജുൻ, അജിൽ, അഭിജിത്ത് എന്നിവർ നേതൃത്വം നൽകി. അലനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് എല്ലാ വർഷവും നടത്തിവരാറുള്ള ഓണക്കാല പച്ചക്കറിയുടെ വിളവെടുപ്പ് ഉത്സവ പ്രതീതിയിൽ ഇത്തവണയും നടന്നു. ബാങ്ക് പ്രസിഡന്റ് PPK മുഹമ്മദ് അബ്ദുറഹ്മാൻ വിളവെടുപ്പ് ഉത്സവം ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് അംഗമായ ചളവ സ്വദേശി കൊഴിഞ്ഞുപോക്കിൽ കൃഷ്ണൻ ബാങ്കിന്റെ സഹകരണത്തോടെയാണ് ഓണവിപണിയിലേക്ക് ജൈവ പച്ചക്കറി കൃഷി ഇറക്കിയത്. അദ്ദേഹത്തിന്റെ 1 ഏക്കറോളം സ്ഥലത്ത് മത്തൻ, ഇളവൻ, കയ്പ, പയർ, പീച്ചിക്ക, മുളക്, പടവലം എന്നിവയാണ് കൃഷി ചെയ്തത്. വിഷരഹിത പച്ചക്കറി വ്യാപിപ്പിക്കുക എന്ന സന്ദേശം ബാങ്ക് നൽകി വരുന്നുണ്ട്. ബാങ്ക് പ്രസിഡന്റ് PPK മുഹമ്മദ് അബ്ദുറഹ്മാൻ വിളവെടുപ്പ് നടത്തി. നമ്മുടെ നാട്ടിൽ പരമാവധി കൃഷിക്കാർക്ക് പ്രയോജനപ്രദമായ രീതിയിൽ ഇത് പ്രോത്സാഹിപ്പിക്കുക. അതോടൊപ്പം തന്നെ നല്ല പച്ചക്കറി, വിഷരഹിതമായ പച്ചക്കറി പരമാവധി ജനങ്ങളിലേക്ക് എത്തിക്കാൻ സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഈ പച്ചക്കറി ചന്തകൾ പരമാവധി പ്രയോജനപ്പെടുത്താൻ കഴിയും. എടത്തനാട്ടുകരയിലും അലനല്ലൂരിലും ഇന്നു മുതൽ ഞായറാഴ്ച മുതലും ഈ പച്ചക്കറി ചന്ത ഇവിടെ ആരംഭിച്ച് പ്രവർത്തിക്കും. പൂർണ്ണമായി ജൈവ രീതിയിൽ വിളയിച്ച പച്ചക്കറികൾ ബാങ്കിന്റെ മാർക്കറ്റുകളിലൂടെ ലഭ്യമാകുമെന്ന് സെക്രട്ടറി അറിയിച്ചു. 100% ജൈവ രൂപത്തിലാണത് നമുക്ക് വിളയിക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യത്തെ ഓണം ഈ ജൈവ കൃഷി പച്ചക്കറി വിളവെടുപ്പിലൂടെ ഈ ഉൽപ്പന്നങ്ങളൊക്കെ തന്നെ നമ്മുടെ ബാങ്കിൻ്റെ ചന്തയിലൂടെയൊക്കെ തന്നെ സാധാരണക്കാരന് ലഭ്യമാകുന്ന രൂപത്തിൽ വിൽപ്പന നടത്തി അലനല്ലൂർ പഞ്ചായത്തിലെ പ്രത്യേകിച്ച് സാധാരണക്കാരുടെ ഇടയിൽ
ഈ വിഭവസമൃദ്ധമായ സദ്യ ഉണ്ടാക്കി ഓണം ആഘോഷിക്കാനുള്ള ഒരു പശ്ചാത്തലമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ബാങ്ക് വൈസ് പ്രസിഡന്റ് അബ്ദുള്ള മാസ്റ്റർ, ഡയറക്ടർമാരായ ടി രാജകൃഷ്ണൻ, എം ശ്രീധരൻ, ഷെറീന മുജീബ്, ജീവനക്കാരായ പി പ്രജീഷ്, രഞ്ജിത്ത്, സേതുമാധവൻ, എം അമീൻ, സഹകാരികളായ ധർമ്മപ്രസാദ്, സുബ്രഹ്മണ്യൻ, നികേഷ്, ഹരിദാസൻ, റഫീഖ് തുടങ്ങിയവർ പങ്കെടുത്തു. പന്നി, മയിൽ, കുരങ്ങൻ ഉൾപ്പെടെയുള്ള വന്യജീവികളിൽ നിന്നും വിളകളെ സംരക്ഷിച്ചാണ് കൃഷിയിറക്കിയതെന്ന് കൊഴിഞ്ഞുപോക്കിൽ കൃഷ്ണൻ പറഞ്ഞു. ഈ ഭാഗത്ത് ആന, പന്നി, കുരങ്ങ്, മയിൽ ഇതിൻ്റെ എല്ലാ ശല്യങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്നൊക്കെ നമുക്ക് കിട്ടിയിട്ട് വേണം കർഷകന് ഏതായാലും കുറച്ചൊക്കെ വിളവെടുപ്പ് എടുക്കാൻ പറ്റിയതിൽ നല്ല സന്തോഷം. വിലക്കയറ്റം നിയന്ത്രിക്കാൻ കൺസ്യൂമർ ഫെഡ് സഹായത്തോടെ പലവ്യഞ്ജന മാർക്കറ്റും പച്ചക്കറി മാർക്കറ്റും ബാങ്ക് വർഷാവർഷം ആരംഭിക്കാറുണ്ട്. വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് ഓണസമൃദ്ധി 2026 കർഷക ചന്തയും കുടുംബശ്രീ ഓണച്ചന്തയും പ്രസിഡന്റ് ബിന്ദു സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് സി ജംസീന അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ UV ദീപ, സ്ഥിരം സമിതി അംഗങ്ങളായ പി പ്രേമലത, ടി സഹദുള്ള, സി ഫെബിന, അംഗങ്ങളായ ഷീല ബാലൻ, MM മൊയ്തീൻകുട്ടി, കെ അഷ്റഫ് അലി, CV മുഹമ്മദ് നൌഫൽ, പി ഷാജിമോൻ, MK നൂർജഹാൻ, ആസൂത്രണ സമിതി അംഗങ്ങളായ MT അബ്ദുൾ സലാം, MT കുഞ്ഞുമുഹമ്മദ്, സദാഖ് കല്ലിങ്ങൽ, കെ അസീസ്, ഇക്ബാൽ മാസ്റ്റർ, പാടശേഖര സമിതി അംഗങ്ങൾ, CDS ചെയർപേഴ്സൺ സി അമൃത, കുടുംബശ്രീ CDS അംഗങ്ങൾ, കർഷകർ, ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു. മറ്റൊരു ഇടവേള കൂടി. വീണ്ടും വാർത്തകളിലേക്ക്. ഇനി വാണിജ്യ വാർത്തകൾ. നെഹാരി മന്തിയുടെ രുചിപ്പെരുമ ഇനി കടമ്പഴിപ്പുറത്തും. മറ്റെങ്ങുമില്ലാത്ത വെറൈറ്റി രുചിക്കൂട്ടുകളുമായി നെഹാരി മന്തി റെസ്റ്റോറന്റ് കടമ്പഴിപ്പുറം ടൗണിൽ പ്രവർത്തനം ആരംഭിച്ചു. റെസ്റ്റോറന്റ് മേഖലയിൽ വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യവുമായാണ് നെഹാരി മന്തി റെസ്റ്റോറന്റ് കടമ്പഴിപ്പുറം ടൗണിൽ പ്രവർത്തനം ആരംഭിച്ചത്. ശനിയാഴ്ച നടന്ന ചടങ്ങിൽ പ്രമുഖ വ്യക്തികളുടെ സാന്നിധ്യത്തിൽ MP കുഞ്ഞുമുഹമ്മദ് മുസ്ലിയാർ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ജമൈക്കൻ, തുർക്കിഷ്, ഇറാനി, ലബനീസ്, ഗ്രീൻ, പെരി പെരി, ഹണി ചില്ലി തുടങ്ങിയ വെറൈറ്റി അൽഫാമുകളും ബ്ലാക്ക് ബീഫ് മന്തി, മട്ടൻ മന്തി തുടങ്ങി വെറൈറ്റി മന്തികളും ഷവായയും ഉൾപ്പെടെ മറ്റെങ്ങുമില്ലാത്ത വെറൈറ്റി വിഭവങ്ങളാണ് നെഹാരി മന്തി റെസ്റ്റോറൻറ്റിൽ ഒരുക്കിയിരിക്കുന്നത്. വിപുലമായ ഡൈനിങ് ഏരിയയും നീറ്റ് ആൻഡ് ക്ലീൻ കിച്ചൺ സെറ്റപ്പും വിശാലമായ പാർക്കിംഗ് സൗകര്യങ്ങളുമാണ് നെഹാരി സജ്ജമാക്കിയിരിക്കുന്നത്. ഉപഭോക്താക്കൾക്ക് അൺലിമിറ്റഡ് റൈസും ഹോം ഡെലിവറി സൗകര്യവും നെഹാരി നൽകുന്നുണ്ട്. ചെർപ്പശ്ശേരി നെഹാരി മന്തി റെസ്റ്റോറന്റ്, കോഴിക്കോട് മന്തി സൂക്ക് എന്നിവ സഹോദര സ്ഥാപനങ്ങളാണ്. കെ പ്രേംകുമാർ MLA, മുണ്ടൂർ മഹല്ല് ഖത്തീബ് മുസ്തഫ ഫൈസി, കടമ്പഴിപ്പുറം മഹല്ല് ഖത്തീബ് അബ്ദുൽ അസീസ് ഫൈസി തുടങ്ങിയവർ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സ്ഥാപനം സന്ദർശിച്ചു. ടൈൽസ്, സാനിറ്ററി വെയർ, ബാത്റൂം സൊല്യൂഷൻസ് മേഖലയിലെ മുൻനിരക്കാരായ സിൽവാൻ ടൈൽസ് ഗാലറിയുടെ 25ാമത് ഷോറൂം ഓഗസ്റ്റ് 23 ഞായറാഴ്ച പെരിന്തൽമണ്ണയിൽ ഉദ്ഘാടനം ചെയ്യും. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും ടൈലുകളുടെ വിപുലമായ ശേഖരം സിൽവാൻ ടൈൽ ഗാലറിയിൽ ഒരുക്കിയിട്ടുണ്ടെന്ന് സിൽവാൻ ഗ്രൂപ്പ് CEOയും ഉടമയുമായ മുസ്തഫ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് 10 പേർക്ക് സൗജന്യ ബാത്റൂം, എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങളും സ്ക്രാച്ച് ആൻഡ് വിൻ അവസരവും ഉണ്ട്. സിൽവാൻ ടൈൽസ് ഗാലറിയുടെ 25ാമത് ഷോറൂം പെരിന്തൽമണ്ണയിൽ ഓഗസ്റ്റ് 23 രാവിലെ 10 മണിക്ക് ഉദ്ഘാടനം ചെയ്യും. മാനത്തുമംഗലം പൊന്നിയാക്കുറിശി ബൈപ്പാസ് റോഡിലാണ് സിൽവാൻ ടൈൽസ് ഗാലറിയുടെ വലിയ ഷോറൂം സജ്ജമാക്കിയിരിക്കുന്നത്.
ഇന്ത്യയിലെ പ്രമുഖ ടൈൽസ്, സാനിറ്ററി വെയർ, ബാത്റൂം ബ്രാൻഡുകളുടെ മികച്ച കളക്ഷനുകൾ ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുക എന്നതാണ് സിൽവാൻ ടൈൽസ് ഗാലറിയുടെ പ്രധാന പ്രത്യേകത. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഉപഭോക്താക്കൾക്കായി നിരവധി ആകർഷകമായ ഓഫറുകൾ ഒരുക്കിയിട്ടുണ്ട്. തിരഞ്ഞെടുക്കപ്പെടുന്ന 10 ഭാഗ്യശാലികൾക്ക് സൗജന്യമായി ബാത്റൂം ഒരുക്കുന്നതിനുള്ള അവസരമാണ് നൽകുന്നത്. ഷോറൂമിൽ നിന്ന് ഏത് ഉൽപ്പന്നം വാങ്ങിയാലും ഉറപ്പായ സ്ക്രാച്ച് ആൻഡ് വിൻ സമ്മാനവും ലഭിക്കും. പർച്ചേസ് നടത്തുന്ന എല്ലാ ഉപഭോക്താക്കൾക്കും ഉറപ്പായ സമ്മാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഉദ്ഘാടനവും ഓഫറും സംബന്ധിച്ച് സിൽവാൻ ടൈൽ ഗാലറി ഉടമയും സിഇഒയുമായ സിൽവാൻ മുസ്തഫ വാർത്താ സമ്മേളനത്തിൽ വിവരിച്ചു. ഈ വരുന്ന ഓഗസ്റ്റ് 23 ഞായറാഴ്ച 10 മണിക്ക് പെരിന്തൽമണ്ണയ്ക്ക് ഒരു പുതിയ ഉത്സവം കൂടിയാണ്. വീടൊരുക്കുന്ന ആളുകൾക്ക് കേരളത്തിലെ തന്നെ ഏറ്റവും പ്രസിദ്ധ ഗ്രൂപ്പായിട്ട് സിൽവാൻ ഗ്രൂപ്പിന്റെ 25ാമത്തെ ഷോറൂം പെരിന്തൽമണ്ണ ഓപ്പൺ ചെയ്യാണ്. ഇതിന്റെ പ്രത്യേകത പറഞ്ഞാൽ ഇന്ത്യയിലുള്ള എല്ലാ പ്രമുഖ ബ്രാൻഡും ഒരു കുടക്കയിൽ കിട്ടും. മാത്രമല്ല കേരളത്തിലെ വീടൊരുക്കുന്ന ആളുകൾ ചോദിച്ചു വരുന്ന ബ്രാൻഡായിട്ടുള്ള അസർവയുടെ കേരളത്തിലെ ഫസ്റ്റ് എക്സ്ക്ലൂസീവ് ഷോറൂം ആണ് നമ്മളെ പെരിന്തൽമണ്ണ വരുന്ന പൊന്നംകുറിശി ബൈപ്പാസിൽ വരുന്ന ഈ ഷോറൂം. അസർവയുടെ ഷോറൂമിൽ നിങ്ങൾക്ക് ഇന്ന് ഇന്ത്യയിൽ പുറത്തുള്ള ഏറ്റവും പുതിയ ഡിസൈനുകൾ, ഏതായത് നൂതന ഡിസൈനുകൾ, ടെക്നോളജി ഉള്ള പ്രൊഡക്റ്റുകൾ ഇവിടെ അവൈലബിൾ ആണെന്നുള്ളതാണ്. ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് വീടൊരുക്കുന്ന 15ഓളം ആളുകൾക്ക് ഫ്രീ ആയിട്ട് ബാത്റൂമുകൾ തിരഞ്ഞെടുക്കുന്ന ആളുകൾക്ക് സ്ക്രാച്ച് ആൻഡ് വിൻ ഓഫറുകൾ, അതുപോലെ വാഷിംഗ് മെഷീൻ പോലത്തെ ഒത്തിരി ഉദ്ഘാടന ഓഫറുകളുണ്ട്. എല്ലാ ബ്രാൻഡുകളിലും ഉദ്ഘാടന ഓഫർ പ്രമാണിച്ച് സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളുണ്ട്. വീടിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിവിധ ആവശ്യങ്ങൾക്കായി ഉപഭോക്താക്കൾക്ക് ഒരിടത്ത് തന്നെ നിരവധി ബ്രാൻഡുകളും ഉൽപ്പന്നങ്ങളും തിരഞ്ഞെടുക്കാനുള്ള സൗകര്യമാണ് സിൽവാൻ ഒരുക്കുന്നത്. 25ാമത് ഷോറൂം എന്ന ഉയർച്ചയിലേക്ക് സിൽവാൻ ഗ്രൂപ്പ് വളർന്നത് ഉപഭോക്താക്കളും വ്യാപാര പങ്കാളികളും നാട്ടുകാരും നൽകിയ പിന്തുണയുടെ ഫലമാണെന്ന് സിൽവാൻ ഗ്രൂപ്പ് ഫൗണ്ടറും സിഇഒയുമായ സിൽവാൻ മുസ്തഫ പറഞ്ഞു. സിൽവാന്റെ ഓരോ വളർച്ചയ്ക്കും പിന്നിൽ കേരളത്തിലെ ജനങ്ങൾ നൽകിയ വിശ്വാസവും പിന്തുണയുമുണ്ട്. ബിസിനസിനൊപ്പം സാമൂഹിക ഉത്തരവാദിത്തത്തിനും സിൽവാൻ ഗ്രൂപ്പ് വലിയ പ്രാധാന്യം നൽകുന്നു. ഗ്രൂപ്പിന്റെ ലാഭത്തിന്റെ ഒരു വിഹിതം സാമൂഹിക സേവന പ്രവർത്തനങ്ങൾക്കായി മാറ്റിവെച്ച് വിവിധ ചാരിറ്റി പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നത്. സ്വന്തമായി സുരക്ഷിതമായ വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ കഴിയാത്ത നിർധന കുടുംബങ്ങൾക്ക് സിൽവാൻ ചാരിറ്റി പദ്ധതിയുടെ ഭാഗമായി വീടുകൾക്ക് ടൈൽസുകൾ നൽകി സഹായിച്ചു വരുന്നു. കേരളത്തിലെ 14 ജില്ലകളിലും കസ്റ്റമേഴ്സ് ഉള്ള സിൽവാൻ ടൈൽസ് ഗാലറി നിരവധി സംതൃപ്തരായ ഉപഭോക്താക്കളുടെ വിശ്വാസത്തോടെ കൂടുതൽ ഉയരങ്ങളിലേക്ക് നീങ്ങുകയാണ്. ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ, പ്രമുഖ ബ്രാൻഡുകളുടെ വിപുലമായ ശേഖരം, മികച്ച ഉപഭോക്തൃ സേവനം എന്നിവയാണ് സിൽവാന്റെ വളർച്ചയുടെ പ്രധാന കാരണങ്ങൾ. സിൽവാൻ ഗ്രൂപ്പ് ഡയറക്ടർ റിൻഷാദ്, ജനറൽ മാനേജർ കരീം നല്ലോളി എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. മണ്ണാർക്കാട് കോടതി സമുച്ചയ നിർമ്മാണം മന്ത്രി എൻ ശംസുദ്ദീനും ജഡ്ജിമാരും ബാർ അസോസിയേഷനും ചർച്ച നടത്തി. ഹൈക്കോടതി കമ്മിറ്റിയുടെ അനുമതി ലഭിച്ചാൽ നിർമ്മാണം വേഗത്തിലാക്കുമെന്ന് മന്ത്രി. അങ്ങാടിപ്പുറത്തെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിനായി ജില്ലാ കളക്ടറുടെ ചേംബറിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ച് മഞ്ഞളാംകുഴി അലി MLA. രാവിലെയും വൈകിട്ടും അങ്ങാടിപ്പുറത്ത് വലിയ വാഹനങ്ങൾക്ക് നിയന്ത്രണം, നിര തെറ്റിച്ചു പോകുന്ന വാഹനങ്ങൾക്ക് പിഴ ഈടാക്കും. ഓണം സമൃദ്ധമാക്കാൻ കൃഷി വകുപ്പും. വിഷരഹിത പച്ചക്കറികളുമായി ഓണസമൃദ്ധി പച്ചക്കറി ചന്തകൾക്ക് തുടക്കമായി. പാലക്കാട് ജില്ലയിൽ മന്ത്രി KA തുളസി ആദ്യ ചന്ത ഉദ്ഘാടനം ചെയ്തു. വ്യത്യസ്ത ഓണാഘോഷവുമായി KSEB കുമരമ്പത്തൂർ സെക്ഷൻ ഓഫീസ്. മാവേലിയെയും കൂട്ടി ബോധവൽക്കരണം നടത്തിയാണ് ഓണാഘോഷം വ്യത്യസ്തമാക്കിയത്. അപകടങ്ങൾ തടയാൻ ലക്ഷ്യമിട്ടായിരുന്നു പരിപാടി. ഗജരാജൻ മംഗലാംകുന്ന് ഗണേശൻ ചെരിഞ്ഞു. തളർന്നു വീണ ആനയ്ക്ക് ചികിത്സ തുടരുന്നതിനിടെയായിരുന്നു അന്ത്യം. 57 വയസ്സ് പ്രായമുണ്ട്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.